കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ വൈകിട്ട് മുതൽ മഴയുടെ ശക്തി അല്പം കുറവുണ്ട്. ഇന്ന് രാവിലെയും ഇടവിട്ട് മാത്രമാണ് മഴ പെയ്യുന്നത്. പക്ഷേ പലയിടങ്ങളിലും വെള്ളം കയറിയ അവസ്ഥയിൽ തന്നെയാണ്. പൂർണ്ണമായും വെള്ളം ഒഴുകിപ്പോയിട്ടില്ല. വെള്ളം സമീപത്തുള്ള പുഴയിലൊക്കെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതാണ് ഈ വെള്ളം തിങ്ങി നിൽക്കാനുള്ള കാരണമായി പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെലവൂർ ഭാഗത്താണ്. ഇവിടെ ചെലവൂർ LP സ്കൂളിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഒരു നില പൂർണ്ണമായും മുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും അധികം വെള്ളം ഇങ്ങോട്ട് ഒഴുകിയെത്തിയിരിക്കുകയാണ്. ഇന്നലെ മുതൽ തന്നെ സ്കൂൾ ഇങ്ങനെ മുങ്ങി നിൽക്കുകയായിരുന്നു. പിന്നീട് വെള്ളം കാര്യമായി ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിട്ടില്ല. കക്കയം ഡാം ഉൾപ്പെടെ തുറന്നതോടെ പുഴകളിലൊക്കെ ജലനിരപ്പ് ഉയരുകയാണ്. അതാണ് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകാതെ ഇവിടെ തന്നെ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. സമീപത്തും സമാനമായ രീതിയിൽ പൂർണ്ണമായും വെള്ളം ഉയർന്ന് നിൽക്കുക തന്നെയാണ്. അവിടെയൊക്കെ ആളുകളുണ്ട്, വീടുകളുണ്ട്. ആ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളെ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കുകയായിരുന്നു. നേരത്തെ തന്നെ വെള്ളം കയറുമെന്നുള്ള ഒരു അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ആളുകൾ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ മാറിയിരുന്നു. അതോടൊപ്പം വീടുകളിൽ നിന്നും സാധനങ്ങളൊക്കെ തന്നെ മാറ്റാനുള്ള ഒരു അവസരവും ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ വീടുകളിലേക്കൊന്നും തന്നെ മടങ്ങിയെത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇതേപോലെ സ്കൂള് മുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളത് കൂടെ ഞെട്ടിക്കുന്ന സംഭവമാണ്. കുന്നമംഗലത്തും കഴിഞ്ഞ ദിവസം പടനിലം LP സ്കൂൾ, അവിടെയും സമാനമായ രീതിയിൽ സ്കൂള് പുഴയ്ക്ക് സമീപമുള്ള സ്കൂളാണ്. അത് മുങ്ങി നിൽക്കുകയാണ്. അവിടെ നിന്നും വെള്ളം ഇതുവരെയും ഇറങ്ങി പോവുകയും ചെയ്തിട്ടില്ല. അവിടേക്കൊക്കെ ഇനി എപ്പോൾ കുട്ടികൾക്ക് മടങ്ങി വരാൻ ആകുമെന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. പുഴയിൽ ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമേ വെള്ളം പൂർണ്ണമായും ഇവിടെ നിന്നും ഒഴുകിപ്പോവുകയുള്ളൂ. അതിനുശേഷം വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കുറെ അധികം നടപടികളുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും കുട്ടികളെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെ ഇനി നടക്കേണ്ടതുണ്ട്. നമ്മൾ കൂടുതൽ ഉയരങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ വെള്ളം കയറിയതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു നില പൂർണ്ണമായും സ്കൂളിൻ്റെത് മുങ്ങിക്കിടക്കുന്ന നിലയിലാണ് ഉള്ളത്. ഇങ്ങോട്ടൊന്നും തന്നെ ആർക്കും വരാൻ പറ്റാത്ത ഒരു നിലയാണുള്ളത്. സമീപത്ത് തന്നെ നിരവധി വാഹനങ്ങളൊക്കെ പോകുന്ന വലിയ റോഡുണ്ട്. അതിന് തൊട്ടു താഴെയായാണ് ഈ LP സ്കൂള് നിലനിൽക്കുന്നത്. അവിടെയും ആ ചുറ്റുവട്ടത്തുമുള്ള പ്രദേശത്തുമാണ് പൂർണ്ണമായും വെള്ളം കയറി മുങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ വെള്ളം മഴ ശക്തി കുറഞ്ഞാൽ പോലും ഡാമിൽ നിന്നുമുള്ള വെള്ളമൊക്കെ പോയി പൂർണ്ണമായും പുഴയിൽ ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമേ ഇവിടെ നിന്നും വെള്ളം പൂർണ്ണമായും ഒഴിഞ്ഞു പോവുകയുള്ളൂ എന്നുള്ളതാണ് അധികൃതർ ഉൾപ്പെടെ പറയുന്നത്. അതുവരെ കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരോടൊന്നും തന്നെ വെള്ളക്കെട്ട് കാണുന്നതിന് ഈ ഭാഗത്തേക്ക് വരരുത് എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയുടെ പല താഴ്ന്ന ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കക്കോടിയിൽ ഉൾപ്പെടെ വെള്ളം കയറി ആളുകളെ അവിടെ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി രാവിലെ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. കക്കയം ഡാം തുറന്നതോടുകൂടിയാണ് താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുള്ളത്. ഏതായാലും രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്ത് കൃത്യമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുരക്ഷയായി ജാഗ്രത പാലിച്ച് നിൽക്കണമെന്നുള്ളൊരു നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.